തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും രാജ്യത്തെ പൊതുജനങ്ങളെ സ്വാധീനിച്ച യൂട്യൂബറാണ് ധ്രുവ് റാഠി. കുറച്ചു മാസങ്ങളായി യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ കിടന്ന് കറങ്ങുന്ന ഈ ചെറുപ്പക്കാരനെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗായി മാറിയിരിക്കുന്നത് യൂട്യൂബർ ധ്രുവ് റാഠി കൂടിയാണ്. സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ചു കാണരുതേ എന്ന ധ്രുവ് റാഠിയുടെ പോസ്റ്റ് ഇതിനോടകം വൈറലായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവിന്റെ വീഡിയോകൾക്ക് കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ഉണ്ടായിരുന്നത്. 21.5 മില്യൺ പേരാണ് 29കാരനായ ഹരിയാന സ്വദേശിയായ ധ്രുവ് റാഠി യൂട്യൂബിൽ ഫോളോവേഴ്സായിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ കൂടിയാണ് ധ്രുവ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുൻപായി തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സധൈര്യം പറയുമെന്നാവർത്തിച്ച യുവധീരൻ. സംഘപരിവാർ ശക്തികളുടെ അക്ഷോഹിണിപ്പടയെ നിർഭയം നേരിട്ട ജനാധിപത്യത്തിലെ ഏക പ്രതിപക്ഷ നേതാവ്. BJPയുടെ കലുഷിത പ്രചരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകളാണ് പലയിടത്തും ജനപക്ഷത്തിന്റെ നാവായത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി BJP അനുകൂല വൃത്താന്തങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ലളിതവും അതിശക്തവുമായ ആവിഷ്കാരങ്ങളിലൂടെ 29കാരനായ ഒരു യുവാവ് സംഘപരിവാർ പ്രചാരണങ്ങൾക്ക് ഏറ്റവും മുനകൂർത്ത മറുപടി നൽകി പോന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി, അധികാര ദുർവിനിയോഗം, ജനാധിപത്യ അട്ടിമറി തുടങ്ങി ജനദ്രോഹപരമായ എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധം അയാൾ അവതരിപ്പിച്ചു. മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലേ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തന്റെ വീഡിയോകളിലൂടെ ധ്രുവ് റാഠി മാറി. ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന ചോദ്യമുയർത്തിയ ധ്രുവ് റാഠിയുടെ അവസാന വീഡിയോകളിൽ ഒന്ന് മോദി ഭരണകൂടത്തെ പിടിച്ചുലച്ചിരുന്നു. എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് ആ വീഡിയോ വരച്ചുകാട്ടി. 25 ദശലക്ഷത്തിലധികം പേരാണ് അത് കണ്ടത്. രാജ്യത്തെ വൻ വിവാദമായി മാറിയ ആ വീഡിയോ പുറത്തുവിട്ട ശേഷം തനിക്ക് നേരെയുണ്ടായ നിരവധി ഭീഷണികൾ തുറന്നു പറഞ്ഞപ്പോഴും ധ്രുവ് റാഠി അചഞ്ചലനായിരുന്നു. വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി നേർക്കുനേർ സംഭാഷണങ്ങളിലൂടെ ചാട്ടുളി കണക്കെ സത്യത്തെ പ്രേക്ഷക മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന മാജിക്കാണ് റാഠിയുടെ അവതരണ വിജയം. ഒരു മാധ്യമപ്രവർത്തകൻ അല്ലാതിരുന്നിട്ടും തഴക്കം വന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ അവതരണ കൗശലങ്ങളും അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ ദൃശ്യമാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സൗമ്യമായി നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ധ്രുവ് റാഠിയുടെ സംഭാഷണം തുടർന്ന് ഏത് അധികാര സ്തംഭങ്ങളെയും വിറപ്പിക്കുന്ന വസ്തുതകളുടെ കൂരമ്പെയ്താണ് സഞ്ചരിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ റാഠിയുടെ അവതരണങ്ങളിൽ എഞ്ചിനീയറിംഗ് ബുദ്ധിയും കൃത്യതയും വ്യക്തം. ആരും പറയാൻ മടിക്കുന്നത് മുഖത്തു നോക്കി പറയുന്ന ചങ്കൂറ്റമുള്ള വ്യക്തി തന്നെയാണ് ധ്രുവ് റാഠി എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. കേരളത്തിലും ഇതുപോലെ ചങ്കൂറ്റമുള്ള ഒരു ധ്രുവ് റാഠി ജനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? പ്രതികരണങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.